ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് എന്താണ് സ്ക്വയർ എന്ന് നോക്കാം. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്ക്വയർ എന്ന് പറയുന്നത്. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതിനെ നമ്മൾ എന്ത് പറയും, സ്ക്വയർ എന്ന് പറയും. ഇവിടെ ഒറ്റ നമ്പറിന്റെ സ്ക്വയേഴ്സ് എന്താണെന്ന് നോക്കാം. 1 × 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് ഒന്നിന്റെ സ്ക്വയർ. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 2 തന്നെയാണ്. 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 3 തന്നെയാണ്, 9 ആണ്. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 4 സ്ക്വയർ കിട്ടും. 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 9 കിട്ടും. 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 16 കിട്ടും. അങ്ങനെ 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 25 കിട്ടും. ഇനി ഒറ്റ നമ്പർ സ്ക്വയർ കഴിഞ്ഞ് 2 നമ്പർ വരുന്ന സംഖ്യകളുടെ സ്ക്വയേഴ്സിനെ എങ്ങനെ കാണാമെന്ന് നോക്കാം. അതിനാദ്യമായിട്ട് നമ്മൾ 11 × 11 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 11നെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ബോക്സിലാക്കിയിട്ട് എങ്ങനെയാണ് അതിനെ ഗുണിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പൊ ബോക്സ് ആക്കി ഗുണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് 11 എന്ന് പറഞ്ഞാല് 10 + 1 ആണ് 11. 10 + 1 ദെൻ 10 + 1 10 + 1 × 10 + 1 ആണ് എന്ത്, 11. അപ്പൊ നമ്മൾ ഇതിനെ ബോക്സ് ആക്കി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. ബോക്സ് ആക്കി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ഇങ്ങനെ ബോക്സ് ആക്കിയതിന് ശേഷം ഈ ബോക്സിൽ ഇതിനെ നമ്മൾ ഈ ബോക്സിന്റെ പുറത്തായിട്ട് നമ്മൾ ഒരു 10നെ ഇവിടെ എഴുതുന്നു. ദെൻ 1നെ നമ്മൾ ഇവിടെ എഴുതുന്നു. ഇവിടെ ഒരു 10നെ എഴുതുന്നു. ദെൻ 1നെ ഇവിടെ എഴുതുന്നു. അതിനുശേഷം 10 × 10 10 × 10 എന്ന് പറഞ്ഞാൽ 100 ആണ്. ഈ 10നെ ഈ 1നെ കൂടി ഇൻറ്റു ചെയ്യും. ഒരു 10 ഇങ്ങനെ ഇൻറ്റു ചെയ്യും. ഒരു 10 10 ദെൻ ഈ 10 × 1 10 ദെൻ ഈ 1 × 1 1. ഇനി നമുക്കിതിനെ അങ്ങോട്ട് ആഡ് ചെയ്ത് എഴുതാം. ഈ 100 + 10 അപ്പൊ എത്ര കിട്ടും, 110. ദെൻ ആഡ് ചെയ്യുമ്പോൾ 10 + 1 10 + 1 = 11. ഇനി നമ്മൾ ഈ കിട്ടിയതിന് രണ്ടും കൂടെ ആഡ് ചെയ്യും. 0യും 1ഉം ആഡ് ചെയ്യുമ്പോൾ 1 വരും. 1 ആഡ് ചെയ്യുമ്പോൾ 2 വരും. അതിന് വീണ്ടും 1നെ ആഡ് ചെയ്യുമ്പോൾ 121. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഇങ്ങനെ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്ത സംഖ്യ ചെയ്യുകയാണെങ്കിൽ 12 × 12 ഇങ്ങനെ ഇൻറ്റു ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. 12 × 12 എന്ന് പറഞ്ഞാൽ നമ്മൾ 11നെ നമ്മളെങ്ങനെ എഴുതി, 10 + 1 എന്ന് എഴുതിയ പോലെ തന്നെ 12നെ നമുക്ക് എങ്ങനെ എഴുതാം, 10 + 2 × 10 + 2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ ഈ കോളത്തിന് എഴുതുമ്പോൾ 10 ഇവിടെ മേലെ എഴുതുക, ഇവിടെ ഒരു 10 ഇടും. ഈ 2 10ഉം ഇവിടെ ഒരു 10ഉം ഇവിടെ 2ഉം എഴുതും. ഇവിടെ ഒരു 10ഉം എഴുതും. ഇവിടെ 2ഉം എഴുതും. ഇനി നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 10 100, 10 × 2 20, 10 × 2 20, ദെൻ 2 × 2 4. ദെൻ നമ്മൾ ഇതിനെ എടുത്തെഴുതും. 100 + 20 = 120. ആൻഡ് ദെൻ 20 + 4 = 24. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 4 4 2 2 4 1 144. ഇതാണ് ഇതിന്റെ ആൻസർ. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര വലിയ സംഖ്യയുടെയും എന്ത് കാണാൻ പറ്റും, സ്ക്വയേഴ്സ് കാണാൻ പറ്റും, സ്ക്വയറിനെ കാണാൻ പറ്റും. ഇനി നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ എടുക്കാം. വേറൊരു സംഖ്യനെ എടുക്കാം. എങ്ങനെ കാണാൻ പറ്റും നോക്കാം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വേറൊരു
സംഖ്യ എടുത്ത് നോക്കാം. എങ്ങനെ കാണാൻ പറ്റും നമുക്ക് നോക്കാം. നമുക്ക് മറ്റൊരു സംഖ്യ നോക്കാം. ഫോർ എക്സാമ്പിൾ 48. 48 എന്ന് പറഞ്ഞാൽ എത്രയാ? 40 പ്ലസ് 8 ആണ് എന്ത്? 48. 48ന്റെ സ്ക്വയറിന് നമുക്ക് കാണണം. 40 പ്ലസ് 8 ആണ് 48 അല്ലേ? 40 പ്ലസ് 8 ഇൻറ്റു 40 പ്ലസ് 8. 40 പ്ലസ് 8 ഇതിനെ നമ്മൾ ആഡ് ചെയ്യും. സ്ക്വയർ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ബോക്സ് വരക്കും. ബോക്സ് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 40 ഇവിടെ 8 എഴുതി, ഇവിടെ 40 എഴുതി, ഇവിടെ 8 എഴുതി. ദെൻ അതിനുശേഷം നമ്മൾ ഇതിനെ ഇൻറ്റു ചെയ്യാം. 4 × 4 16. എത്ര? 0 2 0 ഇട്ടെടുക്കുമ്പോൾ 1600. പിന്നെ 40 × 8 4 8 എത്രയാ? 32. 0 ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം 320. 4 8 32. 320. ദെൻ 8 8 64. ഇനി നമ്മൾ ഇതിനെ ആഡ് ചെയ്യുക. 600 പ്ലസ് 320. 320 പ്ലസ് 64. ഇപ്പം എത്രയാ? 0 2 0 2 3 6 9 4 0 4 6 2 8 3. ആൻസർ എത്ര കിട്ടി? 0 4 4 8 2 10 0 1 9 10 3 13. ആൻസർ കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര വലിയ സംഖ്യയുടെ സ്ക്വയറും ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇപ്പൊ നമ്മള് കണ്ടല്ലോ 11ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടത്? 11 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു 10 പ്ലസ് 1. അപ്പൊ നമുക്ക് കിട്ടിയത് 10ന്റെ സ്ക്വയർ കിട്ടി. കൂടെ തന്നെ നമ്മൾ 2 വട്ടം എന്ത് ചെയ്ത്? ഈ 10നെ ഈ 1 ഇൻറ്റു ചെയ്ത്, ഈ 1നെ ഈ 10 ഇൻറ്റു ചെയ്ത്. അവിടെ എന്ത് സംഭവിച്ചത്? 2 ഇൻറ്റു 10 10 ഇൻറ്റു 1 അല്ലേ? 2 ഇൻറ്റു 10 ഇൻറ്റു 1 പ്ലസ് എന്ത് ചെയ്തു? 1ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ 10ന്റെ സ്ക്വയർ 100 പ്ലസ് 2 ഇൻറ്റു 10 പ്ലസ് 1 എത്ര? 10 ഇൻറ്റു 1 10 അല്ലേ? അപ്പൊ 2 ഇൻറ്റു 10 20 പ്ലസ് 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ എത്ര കിട്ടി? 100 പ്ലസ് 20 പ്ലസ് 1 121. നമുക്ക് ഇതിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഏതൊരു സംഖ്യ കിട്ടിയാലും ആ സംഖ്യയുടെ ഫസ്റ്റ്, ഇപ്പൊ എക്സാമ്പിൾ 40നാണെങ്കിൽ 40 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 40 ഇൻറ്റു 8 പ്ലസ് 8ന്റെ സ്ക്വയർ. 40ന്റെ സ്ക്വയർ നമ്മൾ കണ്ടു 1600 പ്ലസ് 2 ഇൻറ്റു 320 അല്ലേ? പ്ലസ് 8ന്റെ സ്ക്വയർ 64. എത്ര കിട്ടി? നമ്മളുടെ ആൻസർ ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഏതൊരു സംഖ്യ കിട്ടിയാലും നമുക്ക് ഇതുപോലെ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോറി, ഇവിടെ 1000, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ 1600 ആണ് കേട്ടോ. ഇവിടെ 1600 ആണ്. അപ്പോൾ 1600 ആകുമ്പോൾ 1920 ആണ്. അപ്പോൾ എത്ര വരും? 4, 8, 2, 10, 9, 10, 13, 11, 2, 2304 ആണ് ഇതിന്റെ ആൻസർ. 2304. സ്മോൾ മിസ്റ്റേക്ക്. അപ്പൊ ഇവിടെ നമ്മൾ 1600 പ്ലസ് 200224 പ്ലസ് 64. അപ്പൊ എത്ര കിട്ടും? അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം. 1600, 640, 64, 4, 6, 4, 10, 10, 1, 6, 7, 6, 13, 3, 1, 2. കണ്ടോ? ഇങ്ങനെ എഴുതിയാൽ മതി. 2 ഇൻറ്റു 42. രണ്ടാമത്തെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മളുടെ മെയിൻ 2 കൂടെ ഇൻറ്റു ചെയ്യുക. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോൾ മിഡിലിൽ വരുന്ന കാര്യം, അതായത് അടുത്ത രണ്ടിനെയും കൂടെ ഇൻറ്റു ചെയ്യുക. അതായത് ഇവിടെ 10ഉം 1ഉം ആണ്. ഇവിടെ വരിക എത്രയാ? 40ഉം 8ഉം ആണ്. അങ്ങനെ ഇൻറ്റു ചെയ്ത് 8 സ്ക്വയർ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ഇതിനെ കിട്ടും. എന്താണ് ഇതിൽ പറയാനുള്ളത്?